Good morning, students. Today's our topic is job evaluation. Job evaluation. ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചു അല്ലേ? ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെൻറ്റ്, എൻറിച്ച്മെൻറ്റ്, കുറേ ടേംസ് പഠിച്ചു. അപ്പോൾ അതിലൊരു പുതിയ ടേമും കൂടിയാണ് ജോബ് ഇവാലുവേഷൻ. വാട്ട് യു മീൻ ബൈ ഇവാലുവേഷൻ? ഇവാലുവേഷൻ എന്താ? ഇവാലുവേഷൻ മീൻസ് വാലുവേഷൻ ആണ് അല്ലേ? ഇപ്പോൾ ഒരു ജോബിൻ്റെ വാലുവേഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ്, അതാണെന്ത് ജോബ് ഇവാലുവേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു ജോബിനെ വാല്യൂ ചെയ്യുക? ഒരാളൊരു ജോലി ചെയ്തു, അതിന് നമ്മളൊരു വാല്യൂ കണക്കാക്കുകയാണ് അല്ലേ? അതായത് ഒരാളെ നമ്മൾ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയാളെ വേജ്, ആ വേജ് ഡിറ്റർമിനേഷൻ ആയിരിക്കും ആ ജോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വേജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തുക. ഒന്നുമില്ല, ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് വാലുവേഷൻ ഓർ മോണിറ്ററിങ് ഓഫ് എ ജോബാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോബ് ഇവാലുവേഷൻ. Job evaluation means evaluating or monitoring the worth of the job is known as job evaluation. Evaluating or monitoring the worth of the job is known as job evaluation. What do you mean by worth? Worth means value. ഒരു ജോബിൻ്റെ വാല്യൂ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ജോബ് ഇവാലുവേഷൻ. Evaluating or monitoring the worth of the job is known as job evaluation. It is a difficult task of human resource management. It is a base for determining wage and salary structure. അപ്പോൾ ഈ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യാവുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഈ ഇവാലുവേഷൻ്റെ ബേസിലാണ് നമ്മൾ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെഫിനേഷനാണ് ഞാൻ ഇതിൽ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ബാക്കി കുറേ ഡെഫിനേഷൻ, 2-3 ഡെഫിനേഷൻ ടെസ്റ്റിലുണ്ട്. കുറച്ചുകൂടി ഡെഫിനേഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഓക്കെ, ഒരു ചെറിയ ഡെഫിനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷൻ: എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻസ് job evaluation is a systematic and orderly process of measuring the worth of the job. Job evaluation is a systematic and orderly process of measuring the worth of the job. ഒരു ജോബിൻ്റെ വർത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി പ്രോസസ്സാണെന്ത്? ജോബ് ഇവാലുവേഷൻ. ഇറ്റ്സ് എ systematic and orderly process of measuring the worth of the job. ഓക്കെ, then അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു ഡെവലപ്പ് എ കൺസിസ്റ്റൻറ്റ് വേജ് പോളിസി. ഒരു സ്ഥിരതയുള്ള വേജ് പോളിസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്. ടു ഡെവലപ്പ് എ കൺസിസ്റ്റൻറ്റ് വേജ് പോളിസി. ദെൻ ടു ഇവാലുവേറ്റ് റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്. ഒരു ജോബിൻ്റെ റിലേറ്റീവ് വർത്ത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലേറ്റീവ് വർത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. ഹെൽപ്സ് ടു മിനിമൈസ് വേജ് ഡിസ്ക്രിമിനേഷൻ. വേജിലെ ഡിസ്ക്രിമിനേഷൻസൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഓരോന്നിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള വേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഒഴിവായി കിട്ടും അല്ലേ? ഹെൽപ്സ് ടു മിനിമൈസ് വേജ് ഡിസ്ക്രിമിനേഷൻ. ടു കണ്ടക്ട് വേജ് സർവേസ് ആൻഡ് കമ്പയർ വേജ് സ്ട്രക്ചർ വിത്ത് സിമിലർ ഫേംസ്. മറ്റുള്ള ഫേമുമായിട്ട് അവരുടെ വേജ് സ്ട്രക്ചറായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് സർവേ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജോബ് ഇവാലുവേഷൻ ഉപകാരപ്പെടും. ദെൻ ഫിഫ്ത്ത്, ടു എസ്റ്റാബ്ലിഷ് എ റേഷണൽ ബേസിസ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് സ്കീം. ഇൻസെൻറ്റീവ്സും ബോണസ് സ്കീമും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു ന്യായമായിട്ടുള്ള ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ജോബ് ഇവാലുവേഷൻ നടത്താം. മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഏത് ഓർഗനൈസേഷനിലും ഉണ്ടാവും അല്ലേ? അതും ആക്ച്വൽ പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ജോബ് ഇവാലുവേഷൻ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ്? ഡെവലപ്പ് എ കൺസിസ്റ്റൻറ്റ് വേജ് പോളിസി, ടു വാലുവേറ്റ് റിലേറ്റീവ് വർത്ത് ഓഫ് ദി ജോബ്, ഹെൽപ്സ് ടു മിനിമൈസ് വേജ് ഡിസ്ക്രിമിനേഷൻ, ടു കണ്ടക്ട് വേജ് സർവേസ് ആൻഡ് കമ്പയർ വേജ് സ്ട്രക്ചർ വിത്ത് സിമിലർ ഫേംസ്, to establish a rational basis for incentives and bonus scheme, make a comparison between actual and standard performance. Okay. The next, procedure or techniques of job evaluation. Okay, നോക്കുക, ഇവിടെ ഞാൻ പ്രൊസീജിയർ ഓർ ടെക്നിക്സ് ആണ് എടുക്കുന്നത്.
നെക്സ്റ്റ് ക്ലാസ്സിൽ മെത്തേഡ്സ് ആണ് എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല കേട്ടോ. പ്രൊസീജിയർ ഓർ ടെക്നിക്സ് ചോദിച്ചാൽ ഇതാണ് പോയിന്റ് എഴുതേണ്ടത്. മെത്തേഡ്സ് ചോദിച്ചാൽ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ ഓർ ടെക്നിക്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. അതിൽ പ്രൊസീജിയർ ഒരു 9 പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് acceptance by bill. Acceptance by bill. Firstly, job evaluation is to be accepted by the management, employees and trade unions. ഒരു ജോബിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാവരുടെയൊക്കെ ആക്സെപ്റ്റൻസോടെ ആവണം. മാനേജ്മെൻറ്റിൻ്റെയും എംപ്ലോയീസിൻ്റെയും അതോടൊപ്പം ട്രേഡ് യൂണിയൻസിൻ്റെയും. ട്രേഡ് യൂണിയൻസിനെ നമ്മൾ കണക്കാൻ പാടില്ല. എന്താണ് അവരുടെ അഭിപ്രായവും കൂടി അവരുടെ ആക്സെപ്റ്റൻസും കൂടി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ജോബ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അവരെ ആക്സെപ്റ്റൻസ് ബൈ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സർക്കുലറിലൂടെയോ ബ്രോഷറിലൂടെയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ജോബ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം അത് 3 കൂട്ടരും അംഗീകരിച്ചതിന് ശേഷമാണ് ജോബ് ഇവാലുവേറ്റ് ചെയ്യുക. ആ അംഗീകാരം കിട്ടുന്നതിനാണെന്ന് പറയാം നമ്മൾ ആക്സെപ്റ്റൻസ് ബൈ ബിൽ. ദെൻ ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. അപ്പോൾ അവരെ 3 ഭാഗത്തു നിന്നും ആക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഫോം ചെയ്യുക. കാരണം ഒരു സിംഗിൾ പേഴ്സൺ ഒറ്റയ്ക്ക് ജോബ് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുക. ഈ കമ്മിറ്റിയിൽ മാനേജ്മെൻറ്റ് വർക്കേഴ്സും എക്സ്പേർട്സുമാണ് ഉണ്ടാവുക, സബ്ജക്റ്റ് എക്സ്പേർട്സും. അപ്പോൾ എ സിംഗിൾ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു ഇവാലുവേറ്റ് ഓൾ ജോബ്സ്, സോ എ കമ്മിറ്റി ഷുഡ് ബി അപ്പോയിൻറ്റഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജ്മെൻറ്റ് വർക്കേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. മാനേജ്മെൻറ്റ് വർക്കേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ഇവർ ഉൾക്കൊള്ളുന്ന ഒരു ഇവാലുവേഷൻ കമ്മിറ്റി ഫോം ചെയ്യുന്നു. അപ്പോൾ ആദ്യം അപ്രൂവൽ വാങ്ങി ദെൻ കമ്മിറ്റി ഫോം ചെയ്തു. ദെൻ സെലക്ഷൻ ഓഫ് എ ജോബ് ഫോർ ഇവാലുവേഷൻ. ഓൾ ജോബ്സ് കനോട്ട് ബി ഇവാലുവേറ്റഡ് സിൻസ് ടൈം ആൻഡ് മണി ഈസ് ലിമിറ്റഡ്. Therefore, only some key jobs are selected from each department for evaluation. It is evaluated in detail and other jobs are compared with the key jobs. എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഈച്ച് ആൻഡ് എവറി ജോബ്സും ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സമയം വേണം, ഒരുപാട് പണവും വേണം. അപ്പം എല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓൺലി സം കീ ജോബ്സ് ആർ സെലക്റ്റഡ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ജോബ്സ് മാത്രം സെലക്ട് ചെയ്യുന്നു. ആ കീ ജോബ് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ആ കീ ജോബ് വെച്ചിട്ട് ബാക്കിയുള്ള ജോബ്സിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ജോലി നമ്മൾ ഏറ്റവും കീ ആയിട്ടുള്ള ജോബ് നമ്മൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കുകയാണ്. ആ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ജോബിന് നമ്മളൊരു 10,000 ആണ് ആ ജോബിൻ്റെ വാല്യൂ എന്ന് കണക്കാക്കുക. 10,000 ആണെങ്കിൽ അത് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ, അപ്പോൾ അതിനേക്കാൾ കൂടിയ ജോലിയാണെങ്കിൽ അതിൻ്റെ എബോവ് വരും സാലറി, കുറഞ്ഞ ജോലിയാണെങ്കിൽ താഴെ വരും. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് എല്ലാ ജോബിനെയും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കീ ജോബ്സ് മാത്രം എടുത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ജോബിൻ്റെ വാല്യൂസ് ഇതിനെ ബേസ് ആക്കിക്കൊണ്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ജോബിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് 3rd സ്റ്റെപ്പ്. ആക്സെപ്റ്റൻസ് ബൈ ബിൽ, ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി, ദെൻ സെലക്ഷൻ ഓഫ് ജോബ് ഫോർ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഒരു കീ ജോബ് സെലക്ട് ചെയ്യുക. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പറേഷൻ. മുമ്പേ പറഞ്ഞതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജോബാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, മുമ്പ് നമ്മൾ എക്സ്പ്ലനേഷൻ തന്ന സാധനമാണ് അല്ലേ. ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റേജ്. ദെൻ 5th ജോബ് ഗ്രേഡിങ്. ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് നാച്ചർ ആൻഡ് ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ്. ജോലിയെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് വിവിധ ഗ്രൂപ്പുകളാക്കുക. അപ്പോൾ ക്ലറിക്കൽ ജോബ്സ് വേറെ, മാനുവൽ വർക്ക്സ് വേറെ, ടെക്നോളജിക്കൽ വർക്ക്സ് വേറെ, ആ രീതിയിൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് ജോബിനെ ഡിവൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ അതിനിടയിൽ സബ് ഗ്രൂപ്പ്സും ഉണ്ടാവാം. അങ്ങനെ ഗ്രേഡ് ചെയ്യുന്നതിനാണ് ജോബ് ഗ്രേഡിംഗ് എന്ന് പറയുക. ദെൻ സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ്. ഒരുപാട് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതാണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇവാലുവേഷൻ, നമ്മുടെ ഫേമിന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്. ദെൻ കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ജോബ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. എ ജോബ് ഈസ് കമ്പയർഡ് വിത്ത് അതർ ജോബ്സ്. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്: മെൻ്റൽ ആൻഡ് മാനുവൽ സ്കിൽ, എക്സ്പീരിയൻസ്, എഫേർട്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻ, എക്സെട്ര. ഒരു ജോലിയുടെ ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ആ ജോബിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ മെൻ്റൽ ആൻഡ് മാനുവൽ സ്കിൽ ഒരു ജോബിന് വേണ്ടതായിരിക്കില്ല മറ്റൊന്നിന് വരിക അല്ലേ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ജോബ് ഇവാലുവേറ്റ് ചെയ്യാൻ. ദെൻ 8th പോയിൻറ്റ് ജോബ് പ്രൈസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പറഞ്ഞില്ലേ, ഈ ഫാക്ടേഴ്സിനൊക്കെ ഓരോ വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു 15, ഇതിന് 10, 5, 3, 2 ആണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത് ആ ജോബിൻ്റെ വാല്യൂ. അപ്പോൾ ഓരോന്നിനും ഓരോ ജോബിനും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് കൂട്ടുക എന്നുള്ളതാണ് അടുത്തത് ജോബ് പ്രൈസിങ്. ഈ ജോബ് ഈസ് പ്രൈസ്ഡ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് വർത്ത്. അതിൻ്റെ വർത്തിനനുസരിച്ച് അതിനൊരു വില നിശ്ചയിക്കുക, ജോബ് പ്രൈസിങ്. ദെൻ റിവ്യൂ. എന്ത് ചെയ്ത് കഴിഞ്ഞാലും തന്നെ റിവ്യൂ ഉണ്ടാവണം. പീരിയോഡിക് റിവ്യൂ ഷുഡ് ബി ഡൺ ടു നോ ദ ഫീലിങ്സ് ഓഫ് എംപ്ലോയീസ് റിലേറ്റഡ് വിത്ത് ദി വർത്ത് ഓഫ് ദ ജോബ്. ഇടയ്ക്കിടയ്ക്ക് അതാണ് ജോബിന് ഓരോ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ജോബിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. നമ്മൾ പണ്ട് കാലത്ത് പറമ്പിൽ കിളയ്ക്കാൻ വന്നിരുന്ന ആൾക്ക് 100 150 രൂപയോ കൊടുക്കുക. ഇപ്പോൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് ഇത് വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ എപ്പോഴും അത്യാവശ്യമാണ്. എന്ത് എംപ്ലോയീസിന് അതിൻ്റെ ജോബിൻ്റെ വാല്യൂസിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഫീലിങ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ നടത്തണം. അപ്പോൾ ഇത്രയാണ് ജോബ് ഇവാലുവേഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. നമ്മളിന്ന് ചെറിയൊരു പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി പ്രോസസ് ഓഫ് മെഷറിങ് ദി വർത്ത് ഓഫ് ദ ജോബാണ്. ജോബിൻ്റെ വർത്ത് മെഷർ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് പറഞ്ഞത്. കൺസിസ്റ്റൻറ്റ് വേജ് പോളിസി ഡെവലപ്പ് ചെയ്യാനും റിലേറ്റീവ് വർത്ത് മെഷർ ചെയ്യാനും വേജ് ഡിസ്ക്രിമിനേഷൻ മിനിമൈസ് ചെയ്യുക, പിന്നെ കമ്പയർ വേജ് സ്ട്രക്ചർ വിത്ത് സിമിലർ ഫേംസ്, എസ്റ്റാബ്ലിഷ് എ rational basis for incentives and bonus scheme, make a comparison between actual and standard performance. Then പ്രൊസീജിയറിൻ്റെ പോയിൻറ്റ്സ് കൃത്യമായിട്ട് നോക്കുക. ആദ്യം acceptance by bill, formation of job evaluation committee, selection of job for evaluation, job description preparation, job grading, selection of job evaluation methods, consideration of job factors like mental and manual skill, experience, efforts and initiative, responsibilities, working condition, etc. Then job pricing. പ്രൈസ് ചെയ്യാന്നാൽ വില ഇടുക. ദെൻ റിവ്യൂ. ഇത്രയാണ് ജോബ് ഇവാലുവേഷൻ്റെ പ്രോസസ്സ്. വളരെ കുറച്ച് മാത്രമേ ടോപ്പിക്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതുക. ഓക്കെ, താങ്ക് യു.